തിരുവനന്തപുരം ബാലരാമപുരത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ കടന്നലാക്രമണം. 13 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 പേരെ ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം ബാലരാമപുരം മണലി പുലൂർക്കുണത്താണ് സംഭവം. പ്രദേശത്ത് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് കടന്നൽ കുത്തേറ്റത്. ഗീതകുമാരി, വാസന്തി, രാധ എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചവറ് വാരിയണ്ട് നിന്ന് അടുത്ത് നിന്നവർ പോയി വെട്ടിയപ്പോൾ അതിലൊന്ന് ഇളവി ഒരു പെണ്ണാപ്പറന്നുള്ള തല മൊത്തവും കൊട്ടിയിരുന്നു. അങ്ങനെ എന്നെ കിടന്ന് വിളിച്ച് ഞാൻ പോയി അവൾക്ക് സഹായിക്കാൻ പോയാലാണ് എൻ്റെ തലയിൽ കൂടെ കയറി എന്നെ കൊട്ടിയത്. അവിടെ ഉണ്ടായിരുന്നത് 3 വാർഡിൽ കൂടെ ചേർന്ന് 52 തൊഴിലാളികളും 19 മണലി വാർഡിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഉച്ച കഴിഞ്ഞ് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലി ചെയ്യാൻ പോയതും പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാടിൻ്റെ ഇടയിലിരുന്നാണ്, ആർക്കും അറിഞ്ഞുകൂടാ അവിടെ കടന്തലുണ്ടെന്നുള്ളത്. വെട്ടിയതും കുറേ കടന്തൽ വന്ന് ആളുകൾക്ക് ചുറ്റും ഒരുപാട് പേരെ ഇങ്ങനെ പറന്നെങ്കിലും ഭയങ്കരമായിട്ട് ഈ കുത്തേറ്റത്. അങ്ങനെ 13 പേർക്ക് കുത്തേറ്റു. 13 പേരിൽ ഇപ്പോൾ 2 പേര് ഇവിടെ വന്ന് ഉടനെ തന്നെ ആട്ടോയിൽ ഇവിടെ കൊണ്ടുവരികയും ഇവിടുന്ന് നല്ല ചികിത്സ കിട്ടുകയും അതിനിടയിൽ പഞ്ചായത്തിൽ അറിഞ്ഞു അവരെല്ലാം ഓടിയെത്തി. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇവിടെ നിന്നും സഹകരണം കിട്ടി. 2 പേരെ ഇതിൽ ഇനി ഇഞ്ചക്ഷൻ എടുക്കണം, അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പോൾ 9 പേര് ഇവിടെ ഉണ്ട്. 19-ാം വാർഡിൽ 2 പേർക്ക് കുത്തേറ്റ് അത് ഇവിടെ ഇഞ്ചക്ഷൻ എടുത്ത് അവർക്ക് വലിയ കുഴപ്പമില്ല, അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നെ ഇവിടെ നിലവിൽ ഇവിടെ 9 പേരും മെഡിക്കൽ കോളേജിൽ 2 പേരും ഉണ്ട്. ഇനിയിപ്പോൾ ഒരാളെ കൂടെ മെഡിക്കൽ കോളേജിലോട്ട് വിടാൻ പോകുന്ന അവർക്കും ഹാർട്ടിനും നല്ല പ്രഷറും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ രാധ എന്ന് പറയും. അവരെ കൂടെ ഇനിയിപ്പോൾ അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടാൻ പോകുന്ന ആംബുലൻസ്. എല്ലാവർക്കും തലയുടെ ബാക്കിൽ എല്ലാവരുടെയും തലയിൽ, തോളിലും ശരീരം മുഴുവൻ ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തു, രണ്ടാമതെടുത്തു, പിന്നെ ഗുളികകൾ കൊടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് ആശ്വാസം വന്ന് കിടക്കുന്നു. ഇനി എത്ര എണ്ണത്തിന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അതിനപ്പുറവും ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട്. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അങ്ങ് മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ അയക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. വെപ്രാളപ്പെട്ട് റോഡിലൊക്കെ കിടന്ന് ഉരുളിയും, അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം കട്ടിലും അവർക്ക് എണീറ്റിരിക്കാൻ പോലും വയ്യ. തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ. ഈ തലയുടെ ബാക്കിൽ അങ്ങ് നീര് പോലെ വന്നിട്ട് അവിടെ ഈ ഇതിൻ്റെ കൊമ്പെന്തോ ഈ കടന്തലിൻ്റെ ഉണ്ട്. അത് അങ്ങനെ ഇരുന്ന തോളിൽ, വയറ്, പിന്നെ എല്ലാ വിരലും ഇവർ വെപ്രാളം കൊണ്ട് ഇങ്ങനെ എടുത്ത് തലയിലൊക്കെ തടവയൊക്കെ ചെയ്ത് കയ്യിലൊക്കെ കയറി കടിച്ച്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ രാധ എന്ന് പറയുന്ന ചേച്ചി നല്ല ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. വളരെ ഒരു ദാരിദ്ര്യ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രീത, ബിന്ദു, ശാന്തകുമാരി, ബിന്ദുകല, മരിയന്തങ്കം, സിന്ധു, സിസിലി, രാജമ്മാൾ, മരിയദാസി, കോമളം എന്നിവരെ ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർ ബാലരാമപുരം സ്വദേശികളാണ്. GTV ന്യൂസ്, ബാലരാമപുരം.